പിന്നെ ഭയങ്കര രസമായിരുന്നു. കാരണം നമുക്ക് ആ സമയത്ത് തന്നെ രവീന്ദ്ര മാഷുണ്ട്, ജോൺസൺ മാഷുണ്ട്. അവരുടെ ഭയങ്കര പക്ക മ്യൂസിക്കലി വാല്യൂ ഉള്ള പാട്ടുകളൊക്കെ ദാസാറും ജയേട്ടനും അങ്ങനെ എല്ലാവരും പാടുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറച്ച് പാട്ടുകൾ വന്നപ്പോൾ നമുക്കൊരു സ്പേസ് കിട്ടി. പക്ഷെ പണ്ടാണെങ്കിലും ഇങ്ങനെയുള്ള പാട്ടുകളൊക്കെ ദാസാറ് പാടാറുണ്ട്, MG ശ്രീകുമാരേട്ടൻ പാടാറുണ്ട്, ജയേട്ടനും പാടാറുണ്ട്. ഇങ്ങനെ അടിപൊളി പാട്ടുകളൊക്കെ അവർ തന്നെയാണ് ഇത് പാടിയിരുന്നത്. പക്ഷെ നമുക്കൊരു ചാൻസ് കിട്ടിയപ്പോൾ നമുക്ക് കുറച്ചും കൂടി നമ്മുടേതായിട്ടുള്ള രീതികളിൽ കുറച്ച് ഇപ്പൊ ഈ പറഞ്ഞ ഈ ഇതേപോലത്തെ ഡയലോഗ്സ് ഇപ്പൊ പണ്ടത്തെ പാട്ടുകളിലും സാറ് ഇപ്പൊ ദാസാറ് പാട വേണം എന്നുള്ള പാട്ടിലൊക്കെ വോയിസ് ടോണൊക്കെ മാറ്റിയിട്ടൊക്കെ അങ്ങനെയൊക്കെ പാടിയിട്ടുണ്ട്. അപ്പൊ അത് അങ്ങനെ ഒരു ചാൻസ് നമുക്ക് കിട്ടി കുറെ കഴിഞ്ഞപ്പോൾ. അപ്പൊ അങ്ങനെയൊക്കെ കുറെ കാര്യങ്ങൾ നമ്മളുടേതായിട്ടുള്ള രീതിയിൽ കുറച്ചും കൂടി നമ്മൾ കുറെ കേട്ട് വരുന്നതല്ലോ, ഓരോ ജനറേഷനും കേട്ട്. നമ്മളിപ്പോ പണ്ട് പറയും, ദാസാറും SPB സാറൊക്കെ പറയുന്നത് നമ്മളൊക്കെ റഫീ സാബിന്റെ പാട്ടുകൾ കുറെ കേൾക്കുമായിരുന്നു പറയും. അപ്പൊ സോനു നിഗം ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, നമ്മളൊക്കെ റഫീ സാബിന്റെ ഈ റഫീ സാബ് ആരുടെ കേട്ടിട്ടാണ് പുള്ളി ആ ഒരു സ്റ്റൈൽ ഉണ്ടാക്കിയെടുത്തതെന്നുള്ള. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് കുറെ റെഫറൻസ് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ജനറേഷന്. ഇപ്പൊ പഴയ ആൾക്കാരാണെങ്കിലും പിന്നെ ലെജൻഡറി ആയിട്ടുള്ള ദാസാറ്, SPB സാറ്, പിന്നെ ആ കാലഘട്ടത്തിലുള്ള കിഷോർ കുമാർ, അങ്ങനെ ഇപ്പൊ MG ശ്രീകുമാരേട്ടൻ പോലും മലയാളത്തിൽ കുറെ അടിപൊളി പാട്ടുകളൊക്കെ പാടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് കിട്ടിയിട്ടുണ്ട് കുറെ അങ്ങനെയൊക്കെയുള്ള ചെയ്യാൻ പറ്റുന്ന. അപ്പൊ അത് അങ്ങനെ അതേപോലത്തെ കോമ്പിനേഷൻസ് ഉണ്ടായിരുന്നു. പ്രേം നസീർ സാറും ദാസാറിന്റെ കോമ്പിനേഷൻ നമ്മൾ കുറെ കേട്ടതാണ്. എന്ന് പറഞ്ഞ പോലെ അത്രയൊന്നും ഇല്ലെങ്കിലും ദിലീപേട്ടന്റെ എനിക്ക് തോന്നുന്നു കൂടുതലും പാടിയേക്കണ ശങ്കർ സാറും ഉദിത് നാരായണൻ സാറും. അത് കഴിഞ്ഞാൽ ഒരു സ്പേസ് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ അത് കുറെ കൂടി അവര് അവൈലബിൾ അല്ലാത്തത് കൊണ്ട് ചില സമയത്ത് എനിക്ക് കൂടുതൽ പാട്ടുകൾ ചിലപ്പോൾ എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പൊ അതൊരു ഭാഗ്യമായിട്ടേ ഞാൻ കരുതുന്നുള്ളൂ. നമുക്ക് റെഗുലർ ആയിട്ട് കുറെ നല്ല പ്രോജക്റ്റുകളിൽ, പ്രത്യേകിച്ച് ദിലീപേട്ടന്റെ കുറെ നല്ല ഹിറ്റ് സിനിമകൾ ഉണ്ടായിട്ടുള്ള ഒരു കാലഘട്ടം. കല്യാണരാമനിലെ 2 പാട്ടും അഫ്സൽക്ക പാടിയത് 2ഉം ഹിറ്റാണ്. ഏതാണ് പ്രധാനപ്പെട്ടതെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ തിങ്കളെ കുറച്ചുകൂടെ മെലഡിയാണ്, അതൊരു ഫെസ്റ്റിവൽ മൂഡാണ് പാട്ട്. പക്ഷെ മറ്റേ പാട്ടാണ് മറ്റേ നമുക്ക് അനുകരിക്കാൻ പറ്റാത്തതെന്ന് തോന്നുന്ന ഒരു പാട്ടില്ലേ, അത് ഭയങ്കര രസമാണ്. ഞാൻ പോകാതെ കരിയിലെ കാറ്റിന്റെ പറഞ്ഞ നമ്മുടെ ഒരു വേറൊരു റെൻഡറിങ് ആണ് ആ പാട്ടിന്റെ ഒരു ഇമോഷൻസും എല്ലാം. ഒരു അതിന്റെ ഓർക്കസ്ട്രേഷനൊക്കെ അടിപൊളിയാണെങ്കിലും പാട്ടിനൊരു ഇമോഷൻ ഉണ്ട്, ഒരു ചെറിയൊരു ഒരു നോവുണ്ട് ആ പാട്ടിന്. അതെപ്പോഴും കീപ്പ് ചെയ്തുകൊണ്ട് എന്നാൽ ആ പവർ കുറയാണ്ട് പാടണം എന്നുള്ളൊരു ബെനി ഇഗ്നീഷ്യസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മൾ അതിന്റെ ഒരു അളവും ഇതൊക്കെ നമ്മൾ തന്നെ തൂക്കിയിട്ട് നമ്മളെ തൊണ്ടയിൽ അത് വരുത്തണം എന്നുള്ളതാണ്. അത് കുറെയൊക്കെ ആ സമയത്തൊക്കെ ഞാനൊരു തുടക്കക്കാരനായതുകൊണ്ട് നമുക്ക് കുറെ ഒന്നും പെട്ടെന്നൊന്നും മനസ്സിലായി. പക്ഷെ ഇപ്പൊ കുറെ എക്സ്പീരിയൻസ്ഡ് ആയപ്പോ എന്താണ് അവർ ഉദ്ദേശിച്ചത് എന്നുള്ളതൊക്കെ ഇപ്പോൾ കുറെ കൂടി മനസ്സിലായി തുടങ്ങി. നമുക്ക് ശരിയാക്കായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ അന്ന് പാടിയ പാട്ടുകൾ നമുക്ക് ഇപ്പൊ അത് കുറച്ചും കൂടി നല്ല ഫീലില് പ്രസന്റ് ചെയ്യാനൊക്കെ നമുക്ക് പറ്റുന്നുണ്ട്. അതെ അതെ അതെ, പുറത്ത് പാടുമ്പോൾ ലൈവ് പാടുമ്പോഴൊക്കെ അവരുദ്ദേശിച്ച കുറച്ചും കൂടി നമുക്ക് ഇപ്പൊ എനിക്ക് തോന്നുന്നത് ദേവരാജ് മാഷ് ലൈവ് പ്രോഗ്രാമിന് വേണ്ടി, ഇപ്പൊ ദാസാറാണ് കൂടുതൽ പാട്ട് പാടിയത്, പക്ഷെ അദ്ദേഹത്തിന്റെ ലൈവ് ഷോസിന് വേണ്ടി അദ്ദേഹം പുതിയ തലമുറയിലുള്ള പാട്ടുകാരെ സുദീപിനെ പോലെ വിജേഷ് അവരൊക്കെ മാഷിന്റെ ശിഷ്യന്മാരാണ്. അവരൊക്കെ വീട്ടിൽ വിളിച്ചു വരുത്തി ദാസാറ് പാടിയിട്ടുള്ള പാട്ടുകൾ ഒന്നും കൂടി അവരെ പഠിപ്പിച്ച് മാഷ് ഉദ്ദേശിച്ച് കുറെ മ്യൂസിക് ഡയറക്ടർ ഉദ്ദേശിക്കുന്ന കുറെ സാധനങ്ങളുണ്ട്, അതൊക്കെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പൊ അതായത് ഒരു മ്യൂസിക് ഡയറക്ടറിന്റെ ഒരു ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാന്നുള്ളതിന് കുറെ എക്സ്പീരിയൻസ് വേണം. അപ്പൊ അത് ഇപ്പൊ നമുക്ക് ഫുള്ളി കിട്ടിയിട്ടൊന്നുമില്ല, എന്നാലും നമുക്കൊരു ഐഡിയ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഒരു മ്യൂസിക് ഡയറക്ടർ പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇതാണ് ഉദ്ദേശിച്ചേക്കണം എന്നുള്ള ഉണ്ടായിരുന്നു. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ കുറെ വർഷങ്ങളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പാട്ടിലല്ല, ഞാൻ പറയാം റിതം പ്രോഗ്രാമിങ് വർക്ക് ചെയ്യുന്നതുകൊണ്ട് പല മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും കൂടി. അത് നമ്മൾ ഫേമസ് ആയിട്ടുള്ള മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ അല്ലാതെ നമ്മൾ അറിയപ്പെടാതെ പോയിട്ടുള്ള കുറേ ലെജൻഡറി ആയിട്ടുള്ള കുറേ ഭയങ്കര കഴിവുള്ള കുറേ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെ കൂടെയും വർക്ക് ചെയ്തേക്കുന്നുണ്ട്. അതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ ഇപ്പോൾ പാടാൻ പോകുന്നത് തിങ്കളാണോ അതെ കൈത്തൊടി താളം തൊട്ടിയാണോ? തിങ്കളെ കൈത്തൊടി താളം ഈ പറഞ്ഞ ഒരു ബീറ്റിന്റെ ഒരു ഇതുണ്ടെങ്കിലേ പാടാൻ പറ്റും. കൈ തുടിത്ത അതിന്റെ ഒരു റെസ്റ്റ് ഉണ്ടെങ്കിലേ ആ ഋതം ഉണ്ടെങ്കിലേ അതിന്റെ ഒരു ഗ്രിപ്പ് ഉണ്ടാവുള്ളൂ. കാറൊഴിഞ്ഞേ കോളൊഴിഞ്ഞേ കാറ്റൊഴിഞ്ഞേ കരയണഞ്ഞേ കിഴക്ക് ദിക്കിലെ തെന്മാവിൽ നമുക്കുമുള്ളൊരിലക്കൂട്ടിൽ ചെമ്പഴുക്ക പൊന്നിൻ പൂവിൻ തേനുണ്ടേ. നിനക്കുമുണ്ടൊരു പൂക്കാലം എനിക്കുമുണ്ടൊരു പൂക്കാലം നമുക്ക് തമ്മിൽ ചേരാനില്ലൊരു പൂക്കാലം.
ഇടനെഞ്ചിലെ നൊമ്പരച്ചിന്തിലെ തേൻ കുളിരണ പൂങ്കനവിൽ ഇനി നമുക്കൊരു മറുജന്മം കാത്തിരിക്കാം. കൈ തുടിതാളം തട്ടി തെയ് തകമേളമിട്ട് മെയ് നിറപ്പൊന്നും കെട്ടി വാ പെൺകിളി. കൈ മരക്കൊമ്പിലൊരു തൈ മണിക്കൂടും കെട്ടി മെയ് മലർ ചെണ്ടും കൊണ്ടേ വാ ആൺകിളി. ഓ ഓ ഓ, ഇത് ശരിക്കുള്ള ലൈവ് കേൾക്കാൻ പറ്റിയ ഒരു സന്തോഷമില്ലേ? അതൊരു രസമല്ലേ? അഫ്സലിക്ക മുമ്പ് വന്നിരുന്ന് ഒരു പാട്ട് പാടി തരിക എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമുള്ളൊരു പരിപാടിയാണ്. പാടി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓർക്കസ്ട്ര ഇല്ലാതെ വോക്കൽ മാത്രം നമ്മൾ കേട്ടു. അതിൽ ഏറ്റവും നമുക്കിപ്പോ ഓർക്കസ്ട്രയുടെ കൂടെ വരുമ്പോ നമുക്ക് അതിൽ എന്താണ് കുറവുള്ളതെന്ന് നമുക്ക് അറിയാൻ പറ്റൂല. അപ്പൊ സോളോ എന്ന് പറയും നമ്മൾ. ആ വോക്കൽ സോളോ ഇട്ട് കേട്ട് കഴിയുമ്പോ നമുക്ക് എന്തൊക്കെയാണ് അതിൽ കുറവ്. അപ്പൊ അതും കൂടി നമ്മൾ പെർഫെക്റ്റ് ആക്കിയിട്ടാണ് ഇപ്പൊ കുറെ കൂടി പാടുന്നത്. അങ്ങനെ ലൈവിലെങ്കിൽ അതെ. അപ്പൊ ലൈവില് അതേപോലെ നമ്മൾ മാക്സിമം പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ തന്നെ പാടാൻ ശ്രമിക്കും. അടിപൊളി. അഫ്സലിക്ക ശരിക്കും കൊച്ചിയുടെ ഗായകൻ എന്ന് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും അഫ്സലിക്ക്. തീർച്ചയായിട്ടും. വാപ്പ ശരിക്കും മ്യൂസിക്കുമായിട്ട് ബന്ധമുണ്ട്, അത്യാവശ്യം വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പഴയ കാലഘട്ടത്തിലെ കൊച്ചിയിലെ ഒരു പണ്ട് ഞാൻ പറഞ്ഞില്ലേ ഒരു 40 കാലഘട്ടങ്ങളിലാണ് ഇക്ബാൽ മ്യൂസിക് ക്ലബിലെ ഒരു മെമ്പറായിരുന്നു വാപ്പച്ചി. വാപ്ചിയുടെ മ്യൂസിക്കാണ് നമ്മൾ കേട്ട് വളർന്നത്. നമ്മൾ സഹോദരങ്ങൾ അൻസാർക്കാണെങ്കിലും ഷക്കീർക്കാണെങ്കിലും എല്ലാവരും. ഞങ്ങൾ 9 മക്കളാണ്. കാലത്തെ വാപ്ചി പള്ളിയിൽ പോയി വന്നു കഴിഞ്ഞാൽ ഹാർമോണിയായിട്ട് ഇരിക്കുന്ന അതൊക്കെയാണ് നമ്മൾ കണ്ടു വളർന്നേക്കുന്നത്. പുള്ളി കൂടുതലും ഹിന്ദുസ്ഥാനി പാട്ടുകളോടാണ് കൂടുതൽ ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന്റെ ആ ഒരു കേട്ട് അത് മനസ്സിന്റെ ഉള്ളിലുണ്ട്, ഒരു ഹിന്ദുസ്ഥാനി സ്റ്റൈലില് പാടാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു പോകാതെ കരിയിലൊക്കെ നമുക്ക് ആ ഒരു സ്റ്റൈലിൽ പാടാൻ പറ്റി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. അൻസാർക്ക് ആദ്യത്തെ നമ്മുടെ റിയാലിറ്റി ഷോയിൽ പോയിട്ടുള്ളതാണ് 1997 ദൂരദർശൻ അവതരിപ്പിച്ച അൻസാർക്ക ഫസ്റ്റ്. നമ്മളൊന്നും അങ്ങനെ പ്രതീക്ഷിച്ചില്ല ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ പോകുന്നുണ്ട്, ഇത് ഒരു മത്സരം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അന്ന് ആദ്യമായിട്ടാണ് മത്സരം കേൾക്കണം. മറ്റേ നമ്മള് മറ്റുള്ള സ്റ്റേജിൽ നേരെയുള്ള മത്സരങ്ങളൊക്കെയാണല്ലോ നമ്മൾ കണ്ടത്. ഈ ചാനലിൽ ആദ്യമായിട്ട് അതും ദൂരദർശനിൽ എന്ന് പറഞ്ഞപ്പോൾ നമ്മള് എങ്ങനെ ഇരിക്കുന്നൊന്നും നമുക്കറിയില്ലായിരുന്നു. ദിവസം ഇതൊക്കെ കഴിഞ്ഞ് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അന്ന് രാത്രി ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് വാതിൽ ഞാനാണ് തുറന്നു കൊടുക്കണം ഫൈനൽ. എന്നിട്ട് പറഞ്ഞു എനിക്ക് ഫസ്റ്റ് കിട്ടിയടാന്ന് പറഞ്ഞിട്ട് ഒരു കോൾഡ്. അടിപൊളി. ഞങ്ങളൊക്കെ കൂട്ടുകുടുംബമല്ല, അപ്പൊ എല്ലാരും ഒന്നിച്ചാണ് താമസിക്കണതൊക്കെ. അന്നത്തെ ഒരു നല്ല കാലഘട്ടമായിരുന്നു ശരിക്കും അതൊക്കെ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ ഗൾഫിലും ഒക്കെ ഒരുപാട്. അന്ന് അൻസാർക്ക് കുറെ ഷോസ് ചെയ്ത് ഇതിന്റെ ഒരു നമുക്കറിയാലോ, ഒരു ഈ പറഞ്ഞ ഒരു റിയാലിറ്റി ഷോയിൽ ഇപ്പൊ ഒരു ആള് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ബേസ് ചെയ്തിട്ട് കുറെ ഷോസ്. അപ്പൊ അന്ന് അൻസാർക്കും ജ്യോതി മേനോനുമാണ് ഫസ്റ്റ് കിട്ടിയത്. അപ്പൊ അവർ രണ്ടുപേരും ചേർന്ന് കുറെ ഷോസ് ചെയ്തു. അപ്പൊ ഞാൻ അറേഞ്ചറായിട്ട് ഓർക്കസ്ട്ര അറേഞ്ച് ചെയ്യാനും കൂടെ പാടാനൊക്കെ ഞാനായിരുന്നു പോയിരുന്നത്. അങ്ങനെ കുറെ ഷോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അതുകൂടാതെ അതിനു മുമ്പ് CAC എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ട്, കൊച്ചിൻ ആർട്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർക്കസ്ട്ര. അതിൽ ഞങ്ങൾ കുറേ വർഷം, ഒരു 3-4 വർഷം ഞങ്ങൾ പാടിയിരുന്നു. അതിനു മുമ്പ്, അതായത് ഈ ഹംസധ്വനിയിൽ അൻസാർക്കൊക്കെ കിട്ടുന്നതിന് മുമ്പ്. അതിനു മുമ്പാണെങ്കിലും ഷക്കീർക്ക ആണ് ഞങ്ങളെയൊക്കെ ബ്രദറാണ്. ഷക്കീർക്കാണ് പ്രൊഫഷണലായിട്ട് നമ്മുടെ കുടുംബത്തിൽ ഇതിലുണ്ടായിരുന്നു, മ്യൂസിക്കിലുണ്ടായിരുന്നു. കോങ്കോ ഡ്രമ്മർ ആയിരുന്നു. എല്ലാവർക്കും അറിയാം, ദാസാറിൻ്റെ കൂടെ ഒരു 10-12 വർഷം ഓർക്കസ്ട്രയിലുണ്ടായിരുന്നു. അപ്പോൾ ഷക്കീർക്കാണ് നമ്മളെയൊക്കെ പ്രോഗ്രാമിനൊക്കെ നമ്മളെയൊക്കെ കൊണ്ടുപോകണം. അപ്പോൾ അവർക്കൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ഷക്കീർക്ക ദാസാറിൻ്റെ കൂടെ വായിക്കുന്നവർ തന്നെ. ഷക്കീർക്ക അതേപോലെ ജെർസൻ ആന്റണി മ്യൂസിക് ഡയറക്ടർ, അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടായിരുന്നു അവർക്ക് ഓർക്കുന്നത്. അപ്പോൾ അവർ ചില സമയത്ത് പ്രോഗ്രാംസ് ഒക്കെ എടുക്കുമ്പോൾ ഞങ്ങളെ പാടും. അപ്പോൾ ഷക്കീർക്ക് പറയും നമ്മുടെ അനിയന്മാരുണ്ട്, അവരെ കൊണ്ട് നമുക്ക്. അപ്പം അങ്ങനെ ചാൻസുകൾ കുറേ നമുക്ക് കിട്ടിയിട്ടുണ്ട്.